ബ്രഹ്മാവിന്റെ വലതേ നെഞ്ചു ഭേദിച്ച് ധർമ്മൻ എന്ന പ്രജാപതി ജനിച്ചു. ധർമ്മൻ അതീവ സുന്ദരനായിരുന്നു. ധർമ്മന് ശമൻ, കാമൻ, ഹർഷൻ എന്ന് അതീവ സുന്ദരന്മാരായ 3 പുത്രന്മാരും ജനിച്ചു. അവരിൽ കാമൻ സൗന്ദര്യദേവനായി തീർന്നു. ഭാരതീയ ഇതിഹാസങ്ങളിലെ സൗന്ദര്യദേവൻ. കാമത്തിന്റെയും പ്രേമത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കാമദേവനെ കാണുന്നത്. രതീദേവിയാണ് പത്നി. കരിമ്പ് കൊണ്ടുള്ള വില്ലും അരവിന്ദം, അശോകം, ചൂതം, മല്ലിക, നീലോൽപ്പലം എന്നീ പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ 5 ശരങ്ങളുമാണ് കാമദേവന്റെ ആയുധം. പ്രണയം, ആസക്തി, ആവേശം, ആകർഷണം എന്നിവയുടെ ദേവനാണ് കാമദേവൻ. ഒരിക്കൽ സതീദേവിയുടെ പിതാവായ ദക്ഷ പ്രജാപതി ഒരു വലിയ യാഗത്തിന് ശിവനെ ക്ഷണിക്കാതെ മാറ്റി നിർത്തി. പിതാവ് ഭർത്താവിനെ അപമാനിച്ചത് സതിക്ക് താങ്ങാനായില്ല. ഭർത്താവിനോടുള്ള ഈ അനാദരവ് സഹിക്കാൻ കഴിയാതെ അവൾ യാഗാഗ്നിയിലേക്ക് ചാടി ആത്മഹൂതി ചെയ്തു. ഇതിനുശേഷം മഹാദേവൻ കോപത്തിലും ദുഃഖത്തിലും മുങ്ങി പ്രതികാരത്തിനു ശേഷം കഠിന തപസ്സിൽ മുഴുകി. ശിവൻ തപസ്സിൽ മുഴുകിയതോടെ ഭൂമിയിൽ താരകാസുരന്റെ ദുഷ്ചെയ്തികൾ വർദ്ധിച്ചു. ബ്രഹ്മാവിന്റെ വരം മൂലം താരകാസുരനെ തടയാൻ ആർക്കും ആയില്ല. ശിവന്റെ മകന് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വരമായിരുന്നു താരകാസുരൻ ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയത്. ശിവൻ കഠിന തപസ്സിലാകയാൽ അദ്ദേഹത്തിന് ഇനി ലൗകിക ജീവിതത്തിൽ താല്പര്യമുണ്ടാകില്ലെന്നും ഒരു മകൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും താരകാസുരന് അറിയാമായിരുന്നു. ഈ പ്രതിസന്ധിയിൽ സഹായം തേടി ദേവന്മാരെല്ലാവരും കൂടെ കാമദേവന്റെ അടുക്കലെത്തി. ശിവനെ കഠിന തപസ്സിൽ നിന്നും ഉണർത്താൻ സഹായിക്കണമെന്ന് ദേവന്മാർ കാമദേവനോട് അപേക്ഷിച്ചു. ഭയപ്പാടോടെയാണ് കാമദേവൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നിസാര പണിയൊന്നുമല്ല ഇപ്പോൾ തന്റെ തലയിൽ വീണിരിക്കുന്നത്. ശ്രീ പരമേശ്വരനെ തപസ്സിൽ നിന്നുണർത്താനാണ് പോകുന്നത്. ശ്രീ കൈലാസത്തിൽ അരങ്ങൊരുക്കാൻ ആദ്യം തന്നെ വസന്തനെ പറഞ്ഞയച്ചു. കൈലാസത്തിൽ വലിയ ഒരു ഉദ്യാനം തയ്യാറാക്കലാണ് വസന്തന്റെ ചുമതല. ആ ചുമതല ഭംഗിയായി തന്നെ വസന്തൻ നിർവഹിച്ചു. അവിടുത്തെ വൃക്ഷങ്ങളാകെ പൂത്തുലഞ്ഞു. വലിയൊരു പൂന്തോട്ടവും അവിടെ തയ്യാറായി. പിന്നാലെ വായുദേവനെ പറഞ്ഞുവിട്ടു. വായുദേവൻ പൂന്തെന്നലാൽ വെഞ്ചാമരം വീശി. വിവിധ പുഷ്പങ്ങളുടെ വാസനകൾ അവിടമാകെ പരന്നു. തുടർന്നാണ് കാമദേവൻ ആ പരിസരത്തേക്ക് ചെന്നത്. ഒളിഞ്ഞും പതുങ്ങിയുമാണ് പരിസരത്തെത്തിയത്. നല്ലൊരവസരത്തിനായി കാത്തുനിന്നു. അപക്വമായ തീരുമാനത്തിലാണ് താൻ എത്തി നിൽക്കുന്നതെന്ന് വീണ്ടും തോന്നി. പക്ഷെ അതല്ലാതെ വേറെ വഴിയില്ല. അപ്പോഴാണ് കാമദേവൻ ഒരു കാഴ്ച കണ്ടത്. ശ്രീ പാർവതീദേവി കയ്യിൽ 2 തളികയുമായി വരുന്നു. തോഴിമാർ കൂട്ടിനുണ്ടെങ്കിലും അവരൊന്നും ആ പരിസരത്തേക്കു വന്നില്ല. പാർവതീദേവിയുടെ കയ്യിലെ തളികയിൽ പഴവർഗ്ഗങ്ങളും പുഷ്പങ്ങളുമാണ്. അതെ, കൈലാസനാഥന് പാദപൂജ ചെയ്യുവാനുള്ള പുറപ്പാടാണ്. തന്റെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ കാമദേവൻ ഒന്നുകൂടെ പരിശോധിച്ചു വിലയിരുത്തി. കരിമ്പുവില്ല് കൈവശമുണ്ട്. അസ്ത്രങ്ങളും എടുത്തു നോക്കി. ഒടുവിൽ കാമദേവൻ തന്റെ പുഷ്പബാണമെയ്ത് ശിവനെ തപസ്സിൽ നിന്നും ഉണർത്തി. കോപിഷ്ഠനായ ശ്രീ പരമേശ്വരൻ തന്റെ തൃക്കണ്ണിലെ അഗ്നിയാൽ കാമദേവനെ ഭസ്മീകരിച്ചു. ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ മോഹത്തിന്റെ പ്രതിനിധിയായ കാമദേവൻ പ്രതിനിധാനം ചെയ്യുന്ന ആഗ്രഹങ്ങളെ ശിവന്റെ 3ാം കണ്ണ് ദഹിപ്പിച്ചു എന്നാണ് വിശ്വാസം. പിന്നീട് രതീദേവിയുടെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ മഹാദേവൻ കാമദേവന് പുനർജന്മം നൽകി. ശ്രീകൃഷ്ണന്റെ പുത്രനായ പ്രത്യുപ്നനായി കാമദേവൻ പുനർജനിച്ചു എന്നാണ് ഐതിഹ്യം.